എന്തുട്ടാണിത്? എൻ്റെ കാറ് പൊട്ടിയില്ലോ. അയ്യോ, എന്തുട്ടാണ്? എന്നെ ആരോ വിളിക്കുന്നുണ്ടല്ലോ. എന്തുവാ? ഹലോ, ആരാ? ഞാൻ ആരാണെന്നും എന്താണെന്നും നിനക്കറിയാം, പക്ഷെ നീ എന്നെ മറന്നു കാണണം. മനസ്സിലായില്ല, ആരാണ്? ഞാനാണ് നിന്റെ പേരിൽ സിറ്റിയിൽ ആക്രമണങ്ങൾ നടത്തുന്നത്. എന്തിനു വേണ്ടി? നിങ്ങളെ ഞാൻ എന്ത് ചെയ്തു? ഗ്രീൻ ഗ്രൂപ്പ്, അത്രയും നീ അറിഞ്ഞാൽ മതി. നിനക്ക് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പേരിൽ ഞാൻ പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്യും. അപ്പോൾ നീ അവരെ രക്ഷിക്കേ. അവിടെ വെച്ച് കാണാം നമുക്ക്. ഹലോ, ഫോൺ വെക്കല്. പേരെങ്കിലും പറഞ്ഞിട്ട് വെക്ക്. ഹലോ. അതിന്റെ ആവശ്യം തൽക്കാലം ഇവിടെ ഇല്ല. എന്റെ പേര് നീ അറിയണ്ട. ഓനോ കളഞ്ഞ ക്രിസ്റ്റഫർ. അവനാണ് നമുക്ക് പേര് കഴിഞ്ഞ പ്രാവശ്യം സിറ്റിയിൽ അറ്റാക്ക് നടത്തിയത്. നമുക്ക് പിന്നെ ഇപ്പം അവൻ ഇന്ന് നൈറ്റ് പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്യുമെന്ന് പറയണേ. നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോവുക. നമ്മുടെ ജീപ്പ് ഇവിടെ കിടപ്പുണ്ട്. ജീപ്പ് കൊടുത്തോണ്ട് നേരെ ആ പോലീസ് സ്റ്റേഷനിലേക്കാണ് വിടുക. നേരെ പറപ്പിച്ചു വിടുക. ഞാനൊക്കെ തൃശ്ശൂർ പൂരത്തിൻ്റെ വെട്ടിക്കട്ട കടിയ അവൽ കമ്മട മുത്ത ഡീജേ. ഡയറക്റ്റ് ആ ഗോഡൗണിലോട്ടാ പോവുക. ഡയറക്റ്റ് ഗോഡൗണിൽ പോവുക. എന്നിട്ട് പ്ലാനാ ചെയ്യുക. പോലീസ് സ്റ്റേഷൻ വെട്ടിപ്പാട്ടാ ഇന്നാ പൊട്ടിക്കണം. അവനെ ചാലഞ്ച് ചെയ്താൽ ചാലഞ്ച് അടിക്കണം. നമ്മുടെ ടീം പോകാൻ കാരണം അവനാണ്. ടീം ഗ്രീൻ പോകണ കാരണം അവനാണ്. നമ്മുടെ ബ്ലൂയി ചെറുക്കനെ പോലീസുകാരകത്താക്കി. അതിനും കാരണം അവനാണ്. അവൻ ഗോൾഡൻ ഹമ്മർ നമ്മൾ മോട്ടിച്ചപ്പം അവൻ അത് വന്ന് തിരിച്ചെടുത്ത് പോലീസുകാർക്ക് കൊടുത്ത് പട്ടിഷോ കാണിച്ചേക്കുന്നത്. അതുകൂട്ടൊക്കെയാണ് ആ ഗഡീനെ നമ്മൾ സ്പോട്ട് ചെയ്തത്. ആ ഗഡീനെ വിടൂലട്ടാ. നിന്നെ സ്പോട്ട് ചെയ്ത് വെച്ചാ ഞാൻ വിടൂലടാ. ഡയറക്റ്റാ ഗോഡൗണിലിട്ടാ പറപ്പിക്കാം. ഫൈനലി വി കം ഗോഡൗൺ. ഇവിടുന്ന് പ്ലാനാ ചെയ്ത് വെടിച്ചില്ല പോവുക. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി വെടിച്ചില്ലായിട്ട് നമുക്ക് അകത്തോട്ടാ പോവാം. ഇവിടെ നമുക്ക് വണ്ടിയാ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം ഉണ്ട്. നമുക്ക് ഇവിടെ അങ്ങ് വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കാം. ആരും കാണരുത്. അവനും പോലീസുകാരും അന്വേഷിച്ച് നടക്കും. സിമെൻറ്റ് ജാക്കിൻ്റെ മണ്ടേ കയറിയിട്ട് എന്തിനാണാവോ ഇപ്പം ഞാൻ ഈ സിമെൻറ്റ് ജാക്കിൻ്റെ മണ്ടേ കയറി നിൽക്കണേ? ഞാൻ പൊട്ടത്തരം കാണിക്കരുത്. ഞാനൊരു ഗുണ്ടയാണെന്ന്. വീണ്. എന്തുട്ടാണ് ഞാനീ കാണിക്കുന്നത്? ഞാൻ ഒരു ഗുണ്ടല്ലേ. അതിൻ്റെ ഒരു മാനേഴ്സ് ഞാൻ കാണിക്കണ്ടേ? വാ. ഓക്കേ ഓക്കേ. നമ്മൾ പ്ലാനാ ചെയ്യാനായിട്ടാ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേട്ടാ പോവുക. ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ പോയിട്ട് പ്ലാനും ചെയ്തിട്ട് വരാം. നമ്മുടെ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞ് വെടിച്ചില്ലായിട്ട് കഴിഞ്ഞ് നമുക്കിനിയിപ്പം നൈറ്റ് ആവണം. നൈറ്റായിട്ട് അവിടെ കയറി പോലീസ് സ്റ്റേഷനിൽ കയറി മെഴുകണം. അവനെ അപ്പട്ട വെച്ച് നമുക്ക് കാണാം. എന്തുട്ടാണ് അവനവിടെ വരാതിരിക്കില്ല. എനിക്ക് നല്ല ഉറപ്പാ. നമുക്ക് അവനെ അപ്പട്ട വെച്ച് കാണണം. ഇപ്പം എന്തു വണ്ടീൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക. അല്ലാതെ നൈറ്റ് ആവട്ടെ, പടക്കാം. നമ്മൾ തൃശ്ശൂർ നല്ല പടയ്ക്കൂ. തൃശ്ശൂർക്കാർ ഗേഡികളെ കുറിച്ച് അവനെ അറിയത്തില്ലാത്തോണ്ടാന്ന്. അവൻ നമ്മുടെ ടീമിൽ ഉരസിയിട്ടേ. എന്നിട്ട് അവനെ വെറുതെ വിടത്തില്ല നമ്മൾ. ഇനിയിപ്പം നൈറ്റ് ആവട്ടെ, അതുവരെ ഇവിടെ ഇരിക്കാം. പോയി ചീഫിനെ കണ്ട് കാര്യം പറയണം. പറഞ്ഞിട്ട് നമുക്ക് നേരെ അതിന് വേണ്ടി നടപടിയൊക്കെ നടത്തണം. അവൻ്റെ സ്പോട്ട് ചെയ്തൊരു അവനെ പിടിക്കുക. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്തോട്ടാണ് കയറാം. ഓക്കെ, ഇത് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് നമുക്ക് വേഗം ചീഫിൻ്റെ അടുത്തോട്ട് വരാം. സാറേ ചീഫില്ലേ? അകത്തുണ്ടോ? ഓക്കെ, ശരി സാറേ. നമുക്ക് നേരെ പോയി ചീഫിനെ പോയി കാണാം. ചീഫിനെ കണ്ട് സംസാരിക്കാൻ നമുക്ക് വേഗം പോകാം. നമ്മൾ ചീഫിനെ കണ്ട് സംസാരിച്ച് ചീഫ് പറയണ നമുക്ക് അവൻ വരുന്നതിന് മുമ്പേ കുറച്ച്
ഇവിടെ ഗ്യാസും കുറച്ച് പെട്രോൾ ക്യാൻസൊക്കെ കൊണ്ട് നിർത്തി വെക്കാമെന്ന്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് വേറൊരു ഓഫീസർ വന്നിട്ട് നമ്മുടെ ചീഫിൻ്റെ അടുത്ത് അവൻ്റെ ലൊക്കേഷൻ കൊടുത്ത് നമ്മളെന്തായാലും അവിടെ പോയി അന്വേഷിക്കാൻ പോകണം അവൻ അവിടെ ഉണ്ടോയെന്ന്. നേരെ പോവാം. അവന് താമസിക്കുന്ന ഒരു സെറ്റിൽമെൻറ്റ്സിലാണ്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. എനിക്ക് അങ്ങോട്ട് പോകാനുള്ള വഴിയൊക്കെ അറിയാം. നമ്മൾ നേരെ അവിടെ പോവുക, അവിടെ പോയി അന്വേഷിക്കാം. അവിടുത്തെ തൊട്ടടുത്തുള്ള വീട്ടുകാരോടെ അന്വേഷിക്കാം. ഇവിടെ ക്രിസ്റ്റഫർ എന്ന് പറയുന്ന ഒരാൾ താമസിച്ചിരുന്നു. നമ്മുടെ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ, ഫോട്ടോ എടുത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ അവനെക്കുറിച്ച് അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് പറത്തി അങ്ങോട്ടാ പോവാം. നമ്മൾ ആ സെറ്റിൽമെൻറ്റ്സിൻ്റെ അടുത്താ എത്തി. ഇനിയിപ്പോൾ നേരെ നമുക്ക് പറപ്പിച്ച് പോവാം. ഇതാണ് നമ്മളെ സെറ്റിൽമെൻറ്റ്സ്. ഇവൻ താമസിച്ചെന്ന് പറയണ വീട് ഈ വീടാണ്. ഇപ്പം നമുക്ക് അങ്ങോട്ടാണ് പോവുക. ഈ വീട്ടിലാണ് ഇവൻ താമസിച്ചെന്ന് പറയണത്. ഇപ്പം നമ്മുടെ കൂട്ടാൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. ആദ്യം നമുക്ക് അവനോട് തന്നെ ചോദിച്ചേക്കാം. അവിടെ നമ്മുടെ വണ്ടി റിവേഴ്സ് എടുക്കുക, എന്നിട്ട് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ കൂട്ടാൻ്റെ വീട്ടിലോട്ട് കയറി പോവാണ്. ആദ്യം അവനോട് തന്നെ ചോദിക്കാം. നമുക്ക് നേരെ ചെല്ലാം. അവൻ പറഞ്ഞത് ക്രിസ്റ്റഫർ ഇവിടെ താമസിച്ചിരുന്നെന്നാണ്. അവനും കാര്യം പറഞ്ഞ് ഇന്നലെയാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിവിടെ മുഴുവൻ അന്വേഷിച്ച് പറയുന്ന എല്ലാവരും അവനിവിടെ താമസിച്ചിരുന്നു എന്നുള്ളതാണ്. ഇവന് ഈ സിറ്റിയിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവനിവിടെ താമസിച്ചിട്ട് ഇവിടെയുള്ള ആരും ഒന്നും ചോദിച്ചില്ല. ഇവിടുത്തെ നാട്ടുകാരും കൊള്ളാം, വീട്ടുകാരും കൊള്ളാം. എന്തായാലും നമ്മൾ പറപ്പിച്ച് നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യം പറയുക. എന്നിട്ട് അവൻ്റെ സ്പോട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയണേ. നമുക്ക് അവിടെ പോലീസുകാരുമായിട്ടൊന്ന് പോയി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് പെട്രോൾ അടിക്കണം. എന്തുകൊണ്ടാണ് ചുമ്മാ അങ്ങ് റിഫ്റ്റ് ചെയ്ത് നടത്തിയേക്കാണ്. പെട്രോൾ അടിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും പെട്രോൾ അടിച്ച് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക. നമ്മൾ നേരെ പെട്രോൾ അടിച്ച് പോലീസ് സ്റ്റേഷനിലാണ് എത്തി. നമുക്ക് നേരെ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റാം. പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഇടിച്ച് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം. നമുക്ക് നേരെ പാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേഗം ഇറങ്ങാം. വേഗം ഇറങ്ങി നേരെ പോയി നമുക്ക് ചീഫിനെ കണ്ട് കാര്യം പറഞ്ഞേക്കാം. ചീഫ് പോയാന്ന് ചോദിക്കാം. സാറേ, നമ്മുടെ ചീഫ് പോയാ? ഇല്ലേ? ശരി സാറേ. ഓക്കെ, നമുക്ക് മണ്ടേ പോവാം. മണ്ടേ പോയിട്ട് നമുക്കിവിടെ ചീഫിനെ കണ്ട് കാര്യം പറയാം. ഓക്കെ, നമ്മൾ ചീഫിനെ കണ്ട് കാര്യം പറഞ്ഞു. ചീഫ് പറഞ്ഞു നമുക്ക് അവിടെ റെയിലിന് പോവാന്ന്. ഞാൻ ആദ്യം പോവാണ്. നമുക്ക് നേരെ പോവാം. അവൻ്റെ സ്ഥലം കണ്ടുപിടിച്ച് അവനെ അവിടെ ഇട്ട് തീർക്കാൻ പറ്റാണ്ട് തീർക്കട്ടാ. അതൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ നേരെ അവിടെ പോവാം. അവൻ ഈ തവണ സ്റ്റേഷൻ അറ്റാക്ക് ചെയ്തിട്ട് പോയാൽ പിന്നെ അവൻ വന്ന് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്യും. അതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ. നമുക്ക് ഇവിടുന്ന് നേരെ ഷോർട്ട് കട്ട് എടുക്കാം. ഗ്രൗണ്ടിൽ കൂടെ വണ്ടി കയറ്റാം. നമുക്ക് ഈ ഗ്രൗണ്ടിൽ കൂടെ വണ്ടിയൊക്കെ കയറ്റി ഇപ്പോൾ ഓടിക്കാം. സീനില്ല. നേരെ ഗ്രൗണ്ടിൽ കൂടെയാണ് നമ്മളെ പറപ്പിക്കണേ. നേരെ പറപ്പിക്കുകയാണ്. ഷോർട്ട് കട്ടാണ്. ഗ്രൗണ്ടിൽ കൂടെ പോയാൽ അധികം ദൂരമൊന്നുമില്ല. ഇതാണ് അതിൻ്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ. നമുക്ക് നേരെ അവിടെ എത്താം. വണ്ടി നമുക്ക് ഇവിടെ ആയിട്ട് സൈഡിലായിട്ട് അങ്ങ് കയറ്റി അങ്ങ് ഒതുക്കിയേക്കാം. ഒതുക്കിയില്ല വെച്ചാൽ അവന് ഡൗട്ടാവൂലേ. നമ്മൾ ഒതുക്കി ഇറങ്ങി വേഗം വാ. ഒതുക്കി ഇറങ്ങി നമ്മുടെ പോലീസുകാരൊക്കെ പിന്നാലെ വരും. നമ്മളെന്തായാലും വണ്ടി ഒതുക്കി ഇറങ്ങിയിട്ട് പതിയെ സൈഡിൽ കൂടെ നടന്നു പോവാണ്. ഓക്കെ, പതിയെ പോവാ. അവന് ഇവിടെ വെച്ചാലും കാണും. നമുക്ക് എന്തായാലും നമ്മുടെ പിസ്റ്റൽ എടുത്തൊന്ന് പിടിച്ചേക്കാം. കണ്ട അപ്പോഴാ ഷൂട്ട് ചെയ്തേക്കാം. ഓക്കെ, ഇവിടെ ഓപ്പൺ പ്ലേസ് ആണ്. വേഗം നമ്മൾ സിമെൻറ്റിൻ്റെ അവിടെ പോട്ടെ. ഓക്കെ, ഇവിടെ ഒന്നും ഒറ്റ മാനുഷ്യ കുഞ്ഞിനെ കാണാനില്ല. ഇതാരാണ്? ഇത് പണി നടക്കുന്ന ബിൽഡിംഗ് അല്ലേ? എൻ്റെ സൂപ്പർവൈസർ ഇജ്ജ് ഓളാണോ ഓനാണോ? മോനെ. ഹലോ,
അവനപ്പുറത്ത് പോയാ? അവന് പ്രാന്താ? ആ എണ്ണാണ്ട് പേടിച്ചു പോയതായിരിക്കും. ഇവിടെ എന്തായാലും കുറച്ച് നേരം നിന്ന് നോക്കാം. ആരെയും കാണുന്നില്ല വെച്ചാ നമുക്ക് പോവാലോ. ഇവിടെ ഒന്നും ആരും ഇല്ലെന്നാ തോന്നുന്നത്. ചുമ്മാ വന്ന് തോക്കൊക്കെ എടുത്ത് പട്ടിഷോയി കാണിച്ച് പോവാ. ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ അവനില്ല കേട്ടാ. എൻ്റെ പൊടി പോയി കാണാനില്ല. നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി എടുത്ത് പോയേക്കാം. ഇവിടെ അവനില്ല. എന്തുട്ടാ അവസ്ഥയാന്ന്. എന്തായാലും നമുക്ക് ഒന്ന് കറങ്ങാം സിറ്റിയിലൂടെ. അപ്പോഴത്തേക്ക് നൈറ്റ് ആവും. ഇപ്പം തന്നെ സമയം ഏകദേശം 5-5:30 ആകാറുണ്ട്. അതുകൊണ്ട് നമുക്ക് സിറ്റിയിൽ ഇപ്പം തന്നെ നൈറ്റ് ആകും. നമുക്കിവിടെ ഒന്ന് കറങ്ങിച്ച് വരാം. അപ്പോഴത്തേക്ക് അവൻ സ്റ്റേഷനിലേക്ക് വരും. നമുക്ക് അവിടെ പോയി എല്ലാം സെറ്റും ചെയ്തും കൂടെ വെക്കണം. എന്തായാലും നമുക്ക് നേരെ അങ്ങ് കറങ്ങാൻ പോവാം. കറക്കമെന്ന് വെച്ചാൽ ചുമ്മാ കറങ്ങുമല്ല, അവനെ തപ്പണം ഇടയ്ക്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. അങ്ങനെ ഒന്ന് കറങ്ങിച്ചും വരാം. നമ്മളിതിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. എൻ്റെ കടികൾ നൈറ്റായിട്ടാ. ഇനി തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടാണ്. അങ്ങോട്ട് നമുക്ക് പറപ്പിക്കാം. നമ്മുടെ ഗ്രൗണ്ടിലോട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പറപ്പീരാ. പെട്ട തന്നെ പെടാ. വാ തൂക്കലാം. പോലീസ് സ്റ്റേഷനാ പോയി അറ്റാക്ക് പണ്ണ പുടിയും. ഓക്കെ, പെട്ട തന്നെ പെടാ. പടച്ചു വിട്ടോ. എന്തുട്ടാണ് പറപ്പീറ്റ്? എന്തു മോനെ പണി തുടങ്ങിയല്ലേ? അപ്പം ചേട്ടൻ ഇവിടെ നിന്ന് കളിക്കണം. എന്തുട്ടാടാ എന്നെ നീ അകത്ത് കയറ്റിയാലെന്ന് പറഞ്ഞാണ് ഇത് വെച്ചേക്കണേ. ചേട്ടൻ പക്ഷേ AK-40 എടുത്ത് ഒരു വെടിയാ വെച്ചോണ്ടല്ലോ. സാമാനിങ്ങനെ കിടന്നുകൊണ്ട് ഇങ്ങനെ ഉരുണ്ട് പൊട്ടും. അതങ്ങനെ ചേട്ടൻ എല്ലാം അങ്ങ് പൊട്ടിച്ചാക്കട്ടെ. വാ സുൽത്താ ബീജിയമ്രാ സുൽത്താൻഡാ. ഇവിടെ ഇത്ര അറ്റാക്ക് ഉണ്ടാക്കിയിട്ട് ഈ പോലീസുകാരൻ തെണ്ടിമാരെ ഒന്ന് ഇളകുന്ന പോലില്ലേ. ഇവന്മാരെന്തുട്ടണ്ടാ നിനക്കൊക്കെ എന്നാടാ? നിനക്കൊക്കെ തോക്കുള്ളമാര് പേടിച്ചോടുന്ന അന്നൊന്നും വെറുതെ പെടത്തില്ലടാ. പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്യാൻ വന്നാണ്. ഞാൻ അറ്റാക്ക് ചെയ്തിട്ട് കൂടെ എപ്പട്ടാ അവൻ DJ. അവനൊന്നും വെറുതെ പെടത്തില്ലടാ. മോനെ ഓഫ് എനിക്കിട്ടും കിട്ടി. കട്ട ഹീറോയിസം കാണിച്ചതാ. ഒരു കാര്യമില്ലായിരുന്നു. ഓക്കെ, അങ്ങനെ പൊട്ടട്ടെ. സീൻ. വാ സുൽത്താ. കഴിഞ്ഞ വെടിക്കെട്ട് കഴിഞ്ഞ. നീ പൊട്ട ഇരിക്കുന്നോണ്ടാ നെഞ്ചത്ത് വെടിക്കെട്ട് നടത്തണ്ട. നീയൊക്കെ ഇതിൻ്റെ അകത്ത് സുഖിച്ച് കയറി ഇങ്ങനെ ഇരുന്നാ മതിയോണടാ മോനെ. മതിയടാ മോനെ. ഇനി നേരെ ഇപ്പം നൈറ്റായി. നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ഇതാരപ്പ എന്നെ വിളിക്കണേ? നമുക്ക് സൈഡാക്കാം. ഇനിയിപ്പോൾ അവനാണേലോ. സൈഡാക്കാം. ചീഫാണല്ലോ. അല്ല സാറേ, പറ സാറേ. എന്തുട്ട് പോലീസ് സ്റ്റേഷൻ അവനെ അറ്റാക്ക് ചെയ്തിട്ട് പോയിരുന്നാ? ശരി സാറേ. അവൻ പിന്നെ പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്തിട്ടാ പോയല്ലോ. ഇപ്പം അവനെ എവിടെ പോയി തപ്പി കണ്ടുപിടിക്കാനാണോ? എന്തായാലും അവനെ പൊക്കലിച്ചില് പാടാണ്. നമുക്കൊന്ന് കൂടെ ശ്രമിച്ചാൽ നോക്കാം. നമ്മളവനെ കുറേ തപ്പി മടുത്തു.
ഇപ്പം ഇത് നമ്മുടെ വീട്ടിലേക്കാണ് വന്നേക്കണത്. വീട്ടിൽ വന്ന് നമുക്ക് നമ്മുടെ ചാനൽ വാർത്തയൊക്കെ വെച്ച് നോക്കാം. വാർത്തയിലൊക്കെ ഇതിനെപ്പറ്റി എന്തുട്ടാ പറയുന്നതെന്ന് അറിയാലോ. പ്രധാന വാർത്തയൊക്കെ മനസ്സിലാവുമല്ലോ. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ടി വിയുടെ മുമ്പിൽ പോവാം. ടി വിയുടെ മുമ്പിലാണ് പോയിട്ടുണ്ട്. വാർത്ത വച്ച് നോക്കാം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ക്രിസ്റ്റഫർ മരിച്ചു. 3-ാം തവണയും പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ക്രിസ്റ്റഫർ മരിച്ചത്. 1-2 ദിവസങ്ങളായി സിറ്റിയിൽ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറുകയായിരുന്നു. കാരണക്കാരനായ ക്രിസ്റ്റഫറിനെയാണ് പോലീസുകാർ വെടിവെച്ച് കൊന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്.